വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ സീരീസിന്റെ 9th ക്ലാസ് ആണ് അല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വേറെ ഒന്നല്ല, ഒരുപാട് രുചികളുണ്ട്, ടേസ്റ്റുകൾ. അപ്പൊ ടേസ്റ്റുകൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ. ഇപ്പൊ ആദ്യം തന്നെ ടേസ്റ്റിന് എന്താ പറയാ ഹിന്ദിയിൽ? ടേസ്റ്റിന് പറയുന്നത് നോർമലി നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ തന്നെ സ്വാദ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് എന്നാണ് കേട്ടോ. അപ്പൊ ടേസ്റ്റ്ലെസ് ആണെങ്കിലോ ടേസ്റ്റ്ലെസ്. സ്വാദ്ഹീൻ എന്ന് പറഞ്ഞാൽ സ്വാദില്ലാത്തത്. സ്വാദ്ഹീൻ. ഇനി നമ്മളൊരു വാക്കുണ്ട് ഡെലീഷ്യസ് എന്നുള്ള വാക്കിന് ഹിന്ദിയിൽ പറയുന്നത് സ്വാദിഷ്ട്. ഇപ്പൊ ഖാന ബഹുത് സ്വാദിഷ്ടത. ഇപ്പൊ എവിടെയെങ്കിലും കഴിച്ചിട്ട് നമ്മൾ പറയേണ്ട ഒരു വാക്കാണിത് കേട്ടോ. ഖാന ബഹുത് സ്വാദിഷ്ടത. നമ്മൾ എന്താ പറയാ? ഭക്ഷണം നല്ല രസമുണ്ടായിരുന്നു, നല്ല രുചി ഉണ്ടായിരുന്നു എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. ഭക്ഷണം രുചിയുള്ളതായിരുന്നു, ഡെലീഷ്യസ്, അതാണ്. ഓക്കെ, ശരി. ഇനി എന്താ കുറെ ടേസ്റ്റുകളാണ് അല്ലേ? മധുരത്തിന് എല്ലാവർക്കും അറിയായിരിക്കും. മധുരം എന്ന് പറഞ്ഞാൽ മീട്ട മധുരം. ഇപ്പൊ ഞാൻ പറയാണ്, മുझे मीठे से ज्यादा खट्टा पसंद है. मुझे मीठे से ज्यादा खट्टा पसंद है. എന്താ മനസ്സിലായേ? എനിക്ക് മീഠേ സേ ജ്യാദ മധുരത്തെക്കാളും കൂടുതൽ ഖട്ട പസന്ത് ഹെ. ഖട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളി, അതാണ് കേട്ടോ, പുളിയാണ്. അതല്ലെങ്കിൽ നംകീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾട്ടി. അതൊക്കെയാണ് ടേസ്റ്റുകൾ. ഇപ്പൊ നമ്മൾ പറയാണ് യേ സന്ത്രാ ഖട്ടാ ഹെ എന്നത് ഖായാണ് കേട്ടോ, കായല്ല ഖ കേട്ടോ. ഓക്കെ, ഖട്ടാ ഹെ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് സന്ത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് പുളിയുള്ളതാ എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. ഇനി നംകീൻ എന്ന് പറഞ്ഞാൽ സോൾട്ടി. ഓക്കെ. അപ്പൊ നമക്ക് എന്ന് പറഞ്ഞാൽ ഉപ്പ്. ഇപ്പൊ നമ്മൾ പറയില്ലേ നംകീൻ ഖാനെ സേ പ്യാസ് ലഗ്തി ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പ് തിന്നു കഴിഞ്ഞാൽ ദാഹിക്കും, അതാണ് കേട്ടോ. നംകീൻ ഖാനെ സേ പ്യാസ് ലഗ്തി ഹേ. നംകീൻ ഖാനെ സേ പ്യാസ് ലഗ്തി ഹേ. അതുപോലെ തന്നെ കയ്പ് എന്ന് പറയില്ലേ, കയ്പക്കയുടെ ഒക്കെ കയ്പ്, കടുവ എന്ന് പറയാം, കടുവ. ഇപ്പൊ നമ്മൾ പറയണേ എന്തെങ്കിലും മെഡിസിൻ ഇത് ഇച്ചിരി കയ്പുള്ളതാണ്, ഇസ് ദവാ കാ സ്വാദ് തൊടാ കടുവാ ഹെ. ഇസ് ദവാ കാ സ്വാദ് തൊടാ കടുവാ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദവ മരുന്നിന്റെ സ്വാദ് തൊട കുറച്ച് കടുവാ ഹെ, കയ്പുള്ളതാണ്. മനസ്സിലായോ? ശരി. ഇനി തീക്ക എന്ന് പറയുന്നത് എരിവിനെയാണ് കേട്ടോ. അപ്പൊ നമ്മളൊരാൾ ചോദിക്കുകയാണ്, അപ്പൊ ഖാനമേ ജ്യാദ തീക്ക ചാഹിയേ ക്യാ? അപ്പോ ഖാനമേ ജ്യാദ തീക്ക ചാഹിയേ ക്യാ എന്ന് ഉദ്ദേശിക്കുന്നത് താങ്കൾക്ക് എരിവ് കൂടുതൽ വേണോ എന്നാണ്. എരിവ്, തീക്ക എന്നുള്ള ടേസ്റ്റ് എന്താണ്? എരിവ് കേട്ടോ. ഓക്കെ. ഇനിയിപ്പോ നമ്മൾ പറയാറില്ലേ പഴുത്തത് എന്നൊക്കെ പറയാറില്ലേ. ഇപ്പൊ പച്ച മാങ്ങ, അതുപോലെ തന്നെ പഴുത്ത മാങ്ങ. അപ്പൊ ഇതിന് യൂസ് ചെയ്യുന്ന വേർഡ് കച്ച എന്നാണ്. കച്ച മാംഗോ എന്ന് കേട്ടിട്ടില്ലേ നമ്മള്? കച്ച മാംഗോ ചോക്ലേറ്റ്, അത് എന്താ പറയാ പച്ചമാങ്ങ എന്നുള്ള അർത്ഥത്തിലാട്ടോ. അപ്പൊ കച്ച അതാണ് പച്ചമാങ്ങ. അതുപോലെ തന്നെ പഴുത്ത മാങ്ങയാണെങ്കിൽ പക്കാ ഹുവ എന്നാ പറയാ. പഴുത്തതിന് പറയുന്ന പക്ക എന്നാണ് കേട്ടോ, പക്കാ ഹുവ. അതല്ലെങ്കിൽ പക്കാ എന്നും പറയാം. മനസ്സിലായോ? ഇനി ആമിന് മാത്രമല്ല, ഇപ്പൊ നമ്മളിപ്പോ പച്ച അരി എന്ന് പറയുന്നത് കച്ച ചാവൽ എന്നാ. അപ്പൊ ചാവൽ എന്ന് പറഞ്ഞാൽ അരി, കച്ച ചാവൽ എന്ന് പറഞ്ഞാൽ പച്ചരി. മനസ്സിലായോ? ഇതാണ് ഈ രണ്ട് വാക്കുകൾ, കച്ച പക്ക. ഓക്കെ. അതുപോലെ തന്നെ കേടായത് എന്ന് പറയില്ലേ നമ്മളിപ്പോ, ഇത് കേടായ ആപ്പിളാണ് എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ സഡാ ഹുവ എന്നാ പറയാം. സഡാ ഹുവ സേബ് ഹെ. സഡാ ഹുവ സേബ് ഹെ എന്ന് പറഞ്ഞാൽ ഇത് ചീത്തയായതെന്ന് പറയില്ലേ, അതാണ് കേട്ടോ. അതുപോലെ തന്നെ പപ്പിത്ത എന്ന് പറഞ്ഞാൽ പപ്പായ. പപ്പിത്ത ജൽദി സഡ് ജാത്ത ഹെ എന്ന് ഉദ്ദേശിക്കുന്നത് പപ്പായ വേഗം കേടായി പോവും എന്നുള്ളതാണ് കേട്ടോ. പപ്പിത്ത ജൽദി സഡ് ജാത്ത ഹെ. ഓക്കെ, ശരി. ഇനി ഫ്രഷ് വെജിറ്റബിൾ, താസ സബ്ജി എന്നാ പറയാം. താജ എന്നും പ്രൊനൗൺസ് ചെയ്യാറുണ്ട് കേട്ടോ, പക്ഷെ അതിൻ്റെ അടിയിൽ ഒരു കുത്തുണ്ട്, അതാണ് താസ സബ്ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് വെജിറ്റബിൾ എന്നാണ്. അപ്പൊ ഫ്രഷിന് എന്താ പറയാ? താസ. ഓക്കെ. അല്ലെങ്കിൽ യേ താസ ഫൽ ഹെ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്
ഫ്രഷ് ഫ്രൂട്ട് ആണെന്നുള്ളതാണ്. ഫൽ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് കേട്ടോ. യേ താസ ഫല്ലേ. ഇനി അടുത്ത വരുന്നതാണ് ഗരം ടണ്ട്. എല്ലാവർക്കും അറിയാം അല്ലെ. ഗരം എന്ന് പറഞ്ഞാൽ ചൂട്, ടണ്ട് എന്ന് പറഞ്ഞാൽ തണുപ്പ്. ഗരം പാനി ചൂടുവെള്ളം, ഈ ടണ്ട പാനി. ഇനിയിപ്പോ നമ്മൾ പറയും ഭക്ഷണം, ചൂട് ഭക്ഷണം, ഗരം ഗരം ഖാന. ചൂട് ഭക്ഷണം തരൂ, ഗരം ഗരം ഖാന ദേദോ എന്നാണ് കേട്ടോ. ഓക്കെ. അല്ലെങ്കിൽ ഭക്ഷണം ചൂടാക്കി തരൂ, ഖാന ഗരം കർക്കെ ദേദോ, ഖാന ഗരം കർക്കെ ദേ ദീജിയെ. ഇത്തിരി റെസ്പെക്റ്റ് ആയിട്ട് പറയുമ്പോൾ ഖാന ഗരം കർക്കെ ദേ ദീജിയെ. ഇനി അടുത്തതാണ് ക്രിസ്പി. ക്രിസ്പി എന്നുള്ളൊരു വാക്ക് നമ്മൾ കേട്ടിട്ടില്ലേ? എന്താ? കുർക്കുറ അല്ലെങ്കിൽ കരാര എന്നൊക്കെ പറയും കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും സംഭവം, ഇപ്പൊ കട്ട്ലേറ്റ് ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയാ? ഗോൾഡൻ ബ്രൗൺ ആവണ വരെ അതിനെ ഫ്രൈ ചെയ്യൂ എന്ന് പറയില്ലേ? ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ അതിനെ ഫ്രൈ ചെയ്യുക. എങ്ങനെയാണ്? കട്ട്ലേറ്റ് കുർക്കുറ ഓർ സുൻഹര ഹോനെ തക് പക്കായേ. കട്ട്ലേറ്റ് കുർക്കുറ ഓർ സുൻഹര ഹോനെ തക് പക്കായേ എന്ന് ഉദ്ദേശിക്കുന്നത് കുർക്കുറ എന്ന് പറഞ്ഞാൽ ക്രിസ്പി അല്ലെങ്കിൽ കരാര, അത്രയേ ഉള്ളൂ. സുനര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ നിറം. സോന സുൻഹര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹായ് ഉണ്ട് അവിടെ സൈലന്റ്. സുനര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ നിറം എന്നാണ് കേട്ടോ. ഹോനെ തക്ക് ആകുന്നത് വരെ, തക്ക് വരെ, ആകുന്നത് വരെ. പക്കായ എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്യാൻ, മനസ്സിലാവും, പാകം ചെയ്യും, അതാണ് അർത്ഥം. അപ്പോൾ കട്ട്ലേറ്റ് കുർക്കുറ ഓർ സുനര ഹോനെ തക് പക്കായ. മനസ്സിലായോ? ഓക്കെ. പിന്നെന്താണ്? മെൽറ്റഡ് എന്ന് പറഞ്ഞാൽ പിഗലാ ഹുവ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പിഗൽന മെൽറ്റ് ആവുക അല്ലെ. ഐസ്ക്രീം ഒക്കെ പിഗലാ ഹുവ എന്നാ പറയാ, മെൽറ്റായി എന്ന് പറയില്ലേ? അതല്ല, മെൽറ്റായത് പിഗലാ ഹുവ. ഓക്കെ. ഇനി ഒട്ടിപ്പിടിക്കുന്നത്, അതൊരു ഫോമല്ല. നമ്മളിപ്പോ ചോറൊക്കെ വെന്തുപോയി ഒട്ടിപ്പിടിക്കുന്നതെന്ന് പറയില്ലേ? ചിപ്പാന്നാ പറയാ. ചിപ്പ ഒട്ടിപ്പിടിക്കുന്നത്, സ്റ്റിക്കി, അതാണ് അർത്ഥം കേട്ടോ. പിന്നെന്താ? ക്രീമിനെ പറയുന്നത് മലായിദാർ, ക്രീമി. ഓരോ ടെക്സ്ചർ പറയില്ലേ? ഓ മലായിദാർ ഹോനെ തക്ക്, അങ്ങനെ പറയാം. ക്രീമി ആകുന്നത് വരെ മലായിദാർ ഹോനെ തക്ക്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മലായിദാർ എന്ന് ഉദ്ദേശിക്കുന്നത് ക്രീമി. ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അധികം ടേസ്റ്റുകളൊന്നും ഇല്ലല്ലോ. പുളി, കയ്പ്, അതുപോലെ തന്നെ മധുരം, എരിവ്, ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ് ആണ്, വളരെ ചെറുത്. നമ്മൾ കഴിഞ്ഞ സീരീസിൽ പറയാതെ പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ ഉപയോഗിക്കുക. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്നും പറയുന്നത് പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെന്താ, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.